ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं ദത്താത്രേയം അഹം ഭജേത്. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 6. നരസാവധാനിയുടെ കഥ. പിറ്റേ ദിവസം ധ്യാനവും പൂജയും മറ്റും കഴിഞ്ഞതിനു ശേഷം തിരുമലദാസു പറയുവാൻ തുടങ്ങി. ശ്രീപാദ ശ്രീവല്ലഭൻ എല്ലാ ചരാചരങ്ങളുടെയും സൃഷ്ടിയുടെ കാരണമാണ്. അദ്ദേഹം ഒരു ആൽമരം പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ഉപ അവതാരങ്ങളെല്ലാം അതിൻ്റെ ശാഖകൾ പോലെയും. ശാഖകളിൽ നിന്ന് വേരുകൾ താഴെ ഭൂമിയിലേക്ക് വളരുന്നു. കാഴ്ചയ്ക്ക് സ്വതന്ത്രമാണെന്ന് തോന്നുമെങ്കിലും അവയുടെ ആധാരം ആൽമരം തന്നെയാണ്. ദേവതകൾക്കും ദുർഭൂതങ്ങൾക്കും മുതൽ എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയവും അഭയസ്ഥാനവും അദ്ദേഹമാണ്. എല്ലാ ശക്തികളും അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും അദ്ദേഹത്തിലേക്ക് തിരികെ ലയിക്കുകയും ചെയ്യുന്നു. കൊടുമുടിയിൽ എത്തിയ ഒരാൾക്ക് എല്ലാ വഴികളും ഒരുപോലെ തോന്നും. അതുപോലെ പല പാരമ്പര്യങ്ങളിൽ നിന്ന് വരുന്നവർ ദത്തൻ്റെ തത്വശാസ്ത്രത്തിൽ സമന്വയം ദർശിക്കുന്നു. ഓരോ ജീവിക്കും ഒരു പരിവേഷമുണ്ട്. ഞാൻ പീഠികാപുരത്തായിരുന്നപ്പോൾ ഒരു യോഗി അവിടെ വന്നു. ഒരു പ്രതിമയുടെ ചുറ്റും എത്രമാത്രം പ്രഭാവലയമുണ്ട്, ഒരു പ്രത്യേക വ്യക്തിയുടെ പ്രഭാവലയം ഒരു പ്രത്യേക നിറത്തിൽ എത്ര നേരം നിൽക്കുന്നു എന്നെല്ലാം അദ്ദേഹം കാണിച്ചു തന്നു. അദ്ദേഹം കുക്കുടേശ്വര ക്ഷേത്രം സന്ദർശിച്ചു. അവിടെ സ്വയംഭൂവായ ദത്തൻ്റെ പ്രഭാവലയത്തിൻ്റെ വ്യാപ്തിയും നിറവും പരീക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് സ്വയംഭൂദത്തൻ്റെ സ്ഥാനത്ത് ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ദർശനമാണ് ഉണ്ടായത്. ശ്രീപാദൻ്റെ ശിരസിനു ചുറ്റും മിന്നൽ പിണർ പോലെ സമൃദ്ധമായ വെളുത്ത പ്രഭ പരന്നിരുന്നു. അതിനു ചുറ്റും എല്ലാ ദിശകളിലേക്കും അങ്ങേയറ്റം വരെ വ്യാപിക്കുന്ന നീല വെളിച്ചം കാണാമായിരുന്നു. ആ മൂർത്തി യോഗിയോട് പറഞ്ഞു, എൻ്റെ കുട്ടി, നീ അന്യരുടെ സൂക്ഷ്മ ശരീരങ്ങളുടെ ദൂരവ്യാപ്തി കണക്കാക്കുവാനുള്ള ഭ്രാന്തമായ ശ്രമത്തിൽ നിന്റെ വിലയേറിയ സമയം പാഴാക്കുകയാണ്. ആദ്യം നിന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കൂ. നിനക്ക് മരണം അടുത്തിരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. യഥാർത്ഥത്തിൽ ഞാൻ എല്ലാ സിദ്ധാന്തങ്ങളുടെയും സത്യങ്ങളുടെയും ഉത്ഭവസ്ഥാനമായ ദത്തനാണ്. മഹാസിദ്ധന്മാരും മഹർഷിമാരും മഹാഭക്തന്മാരും എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ചപ്പോൾ ഞാൻ ഈ കലിയുഗത്തിൽ പാതകയ ക്ഷേത്രത്തിൽ അവതാരമെടുത്തു. സ്വാമിയുടെ ഉപദേശം കേട്ടപ്പോൾ യോഗിയുടെ പഴയ വാസനകൾ നശിച്ചു. സൂക്ഷ്മ ശരീരങ്ങളുടെ പ്രഭാവലയത്തെ അറിയുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ശ്രീവല്ലഭനിൽ ലയിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ശ്രീവല്ലഭൻ്റെ വാസസ്ഥലത്ത് സന്ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. ശ്രീപാദന് ചുറ്റും പരന്ന വെളുത്ത ശോഭ അദ്ദേഹം അത്യന്ത നിർമ്മലമായ യോഗ അവതാരമാണെന്ന് സ്പഷ്ടമാക്കുന്നു. നീലനിറത്തിലുള്ള വെളിച്ചം അദ്ദേഹം അതിരറ്റ സ്നേഹവും കാരുണ്യവും നിറഞ്ഞവനാണെന്ന് കാണിക്കുന്നു എന്ന് യോഗി പറഞ്ഞു. യോഗി അവിടെ നിന്ന് പോയതിനു ശേഷം താല്പര്യമുണർത്തുന്ന ഒരു ചർച്ച നടന്നു. 4 ജാതികളുടെ വിഭജനം എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടേണ്ടത്? സൂക്ഷ്മ ശരീരങ്ങളിലെ പ്രഭാവലയങ്ങളുടെ വ്യത്യാസങ്ങളെ അനുസരിച്ചാണോ? ജാതിയും ഗോത്രവും പരിഗണിച്ചാണോ? ഏതു ജാതിയിൽ ഉള്ളവർക്കാണ് ഉപനയനം, വേദാധ്യയനത്തിന് അർഹത നൽകുന്ന പൂണുനൂൽ ധാരണം നടത്തേണ്ടത്? ഉപനയനം 2 പുരികങ്ങൾക്ക് ഇടയിലുള്ള 3-ാം കണ്ണുമായി ബന്ധപ്പെട്ടതാണോ? മേധാജനം എന്നാൽ എന്താണ്? ചർച്ച ആവേശകരമായി നടന്നു. പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായത്തിലെത്താൻ കഴിഞ്ഞില്ല. സത്യഋഷീശ്വരൻ എന്നു പേരുകേട്ട ശ്രീ മല്ലാദി ബാപ്പന്നാവധാനുലു പീഠികാപുരം ബ്രാഹ്മണ സമാജത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തെ ബാപ്പന്നാരുലു എന്നും പറയാറുണ്ട്. അദ്ദേഹം സൂര്യനെയും അഗ്നിയെയുമാണ് പ്രധാനമായി ഉപാസിച്ചിരുന്നത്. പീഠികാപുരത്ത് നടന്ന ഒരു യജ്ഞത്തിന് ആധ്വർയം വഹിക്കാൻ അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു. യാഗാവസാനത്തിൽ ശക്തമായ മഴ പെയ്തു. എല്ലാവരും ആഹ്ലാദഭരിതരായി. ഒരു ക്ഷത്രിയനായ ശ്രീ വത്സവായി നരസിംഹവർമ്മ ബാപ്പന്നാവധാനുലുവിനോട് അവരുടെ ഗ്രാമത്തിൽ താമസമാക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ആവശ്യം നിരാകരിച്ചു. യജ്ഞച്ചടങ്ങുകളിൽ നൽകപ്പെടുന്ന ദക്ഷിണകൾ മാത്രമേ ബാപ്പന്നാരുലു സ്വീകരിക്കാറുള്ളൂ. അശുദ്ധമായ പണം അദ്ദേഹം സ്വീകരിക്കില്ല. ശ്രീവർമ്മ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കപില പശു ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഗായത്രി. അത് സമൃദ്ധമായി പാല് നൽകിയിരുന്നു. അത് വളരെ ശാന്ത സ്വഭാവമുള്ളവളായിരുന്നു. ഈ സമയത്ത് ശ്രീവർമ്മയ്ക്ക് ഗായത്രിയെ കാണാതായി എന്ന വിവരം കിട്ടി.
ശ്രീവർമ്മ ജ്യോതിഷ പണ്ഡിതനായ ബാപ്പൻ നാരുലുവിനോട് പശുവിനെക്കുറിച്ച് ചോദിച്ചു. പശു ശ്യാമളാംബപുരത്തെ കശാപ്പുകാരനായ ഖാൻ സാഹേബിൻ്റെ അടുത്തുണ്ടെന്നും ആരെങ്കിലും ഉടനെ അവിടേക്ക് പോയി പശുവിനെ വീണ്ടെടുക്കണമെന്നും അല്ലാത്ത പക്ഷം അത് കൊല്ലപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്യാമളാംബപുരത്തേക്ക് ഒരാളെ അതിനായി അയക്കുമ്പോൾ വർമ്മ ബാപ്പൻ നാരുലുവിനോട് ഒരു വ്യവസ്ഥ വെച്ചു. ബാപ്പൻ നാരുലു പറഞ്ഞതുപോലെ ഗായത്രി തിരികെ എത്തുകയാണെങ്കിൽ അദ്ദേഹം 3 പുട്ല ഭൂമിയും വാസയോഗ്യമായ ഒരു ഭവനവും സമ്മാനമായി സ്വീകരിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. അദ്ദേഹം ധർമ്മസങ്കടത്തിലായി. താൻ അത് സ്വീകരിച്ചില്ലെങ്കിൽ ശ്രീവർമ്മ പശുവിനെ കൊല്ലപ്പെടുവാൻ വിടും. തനിക്ക് ഗോഹത്യാപാപം ഉണ്ടാകും. ഗോഹത്യാപാപത്തിന് വിധേയനാകുന്നതിനേക്കാൾ ഭേദം സമ്മാനം സ്വീകരിക്കുന്നതാണ് എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ഗായത്രി രക്ഷപ്പെടുത്തപ്പെട്ടു. പേഠികാപുരവാസികൾ ഭാഗ്യവാന്മാരാണ്. ബാപ്പന്നാവധാനുലു 3 പുട്ല ഭൂമിയുടെ ഉടമയായി. താമസിക്കാൻ വീടുമായി. ശ്രീ ബാപ്പന്നാരുലുവിന് വെങ്കാവധാനുലു എന്നു പേരുള്ള ഒരു മകനും സുമതി എന്നു പേരുള്ള ഒരു മകളും ഉണ്ടായിരുന്നു. സുമതിയുടെ ജാതകത്തിൽ എല്ലാം മംഗളകരമായ ഗുണങ്ങളും ഉണ്ടായിരുന്നു. അവളുടെ നടത്തം ഒരു രാജ്ഞിയുടെ നടത്തം പോലെ ആയിരുന്നു. അതുകൊണ്ട് അവൾക്ക് സുമതി മഹാറാണി എന്ന് പേര് കിട്ടി. ബാപ്പൻ നാരുലുവിൻ്റെ പേരും പ്രസിദ്ധിയും എല്ലാ ദിശകളിലേക്കും പരന്നു. ഗോദാവരി പ്രദേശത്തുള്ള ഐനവില്യ ഗ്രാമത്തിൽ നിന്ന് അപ്പല ലക്ഷ്മി നരസിംഹ രാജശർമ്മ എന്ന പേരും ഖണ്ഡിക്കോട എന്ന ഗൃഹനാമവുമുള്ള ഒരു ബ്രാഹ്മണ ബാലൻ പേഠികാപുരത്തേക്ക് വന്നു. അയാൾ ഭരദ്വാജ ഗോത്രത്തിലും ആപസ്തംഭ സൂത്രത്തിലും വെലനാടി വൈദിക ശാഖയിലും ഉൾപ്പെട്ടവനായിരുന്നു. അയാളുടെ ഗൃഹത്തിൽ കാലാഗ്നിശമനദത്തൻ്റെ വിഗ്രഹമുണ്ടായിരുന്നു. പൂജാസമയത്ത് ആ വിഗ്രഹം രാജശർമ്മയോട് വ്യക്തമായി സംസാരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അപ്പലരാജശർമ്മയ്ക്ക് ബാല്യത്തിൽ തന്നെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു. ഒരു ദിവസം പൂജിച്ചുകൊണ്ടിരുന്നപ്പോൾ കാലാഗ്നിശമനൻ രാജശർമ്മയോട് ഹരിദസ ഗോത്രത്തിലും ആപസ്തംഭ സൂത്രത്തിലും വെലനാടി വൈദിക ശാഖയിലും പെട്ട മല്ലാതി ബാപ്പന്നാവധാനിയുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ ആജ്ഞാപിച്ചു. അതുകൊണ്ട് രാജശർമ്മ പീഠികാപുരത്തേക്ക് വന്നു. ദത്തൻ്റെ ആജ്ഞയനുസരിച്ച് ബാപ്പൻ നാരുലു തൻ്റെ അടുത്തേക്ക് വിദ്യാർത്ഥിയായി എത്തിയ രാജശർമ്മയ്ക്ക് തൻ്റെ ഗൃഹത്തിൽ ഭക്ഷണത്തിനും താമസത്തിനും സൗകര്യം ഏർപ്പെടുത്തി. അദ്ദേഹം അയാളെ മറ്റ് ഗൃഹങ്ങളിൽ ആഹാരത്തിന് യാചിക്കുവാൻ അനുവദിച്ചില്ല. ശ്രീ ബാപ്പൻ നാരുലു ശനിപ്രദോഷ സമയത്ത് ശിവാരാധന ചെയ്യാറുണ്ട്. കുടുംബത്തിലെ സ്ത്രീകളും ആ സമയത്ത് ശിവസംബന്ധമായ വ്രതങ്ങൾ എടുക്കാറുണ്ട്. പുരാതന കാലത്ത് നന്ദനും യശോദയും ശനിപ്രദോഷ സമയത്ത് ശിവാരാധന ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് ശ്രീകൃഷ്ണനെ വളർത്തുവാനുള്ള ഭാഗ്യമുണ്ടായി. ശ്രീ നരസിംഹവർമ്മയും ശ്രീ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയും മറ്റു ചില പ്രധാനികളായ വൈശ്യന്മാരും ബാപ്പൻ നാരുലുവിൻ്റെ ശിവാരാധനയിൽ മുടങ്ങാതെ പങ്കെടുത്തിരുന്നു. സുമതിയുടെയും അപ്പലരാജശർമ്മയുടെയും വിവാഹത്തെക്കുറിച്ച് കുക്കുടേശ്വര സ്വാമിയിൽ നിന്നുള്ള ആജ്ഞ. ഒരിക്കൽ ശനിപ്രദോഷ സമയത്ത് ശിവാരാധനയ്ക്ക് ശേഷം കുക്കുടേശ്വര ശിവലിംഗത്തിൽ നിന്ന് തേജോമയമായ ഒരു രശ്മി പ്രകാശിച്ചു. പിന്നെ ഗംഭീരമായ ഒരു ശബ്ദം ഇങ്ങനെ പറഞ്ഞു: മകനെ ബാപ്പനാര്യ, നീ നിന്റെ മകൾ സുമതി മഹാറാണിയെ സംശയം കൂടാതെ അപ്പലരാജശർമ്മയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക. ലോകക്ഷേമം ഉണ്ടാകും. ഇത് ദത്തപ്രഭുവിൻ്റെ തീരുമാനമാണ്. ഈ തീരുമാനത്തെ ലംഘിക്കുവാൻ ഈ ചരാചര സൃഷ്ടിയിൽ ഒരു വ്യക്തിക്കും അധികാരമില്ല. വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയും നരസിംഹവർമ്മയും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഈ വാക്കുകൾ കേട്ടു. എല്ലാവരും വിസ്മയിച്ചു. ഐനവില്ലയിൽ രാജശർമ്മയുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിവരം അറിയിച്ചു. സുമതി മഹാറാണിയുമായി രാജശർമ്മയുടെ വിവാഹം നിശ്ചയിച്ചു. രാജശർമ്മയ്ക്ക് ഒരു വീട് പോലും ഇല്ല എന്നത് ശോചനീയമായ കാര്യമായിരുന്നു. തനിക്ക് പല വീടുകളും ഉണ്ടെന്നും അവയിൽ നിന്ന് ഒരെണ്ണം രാജശർമ്മയ്ക്ക് കൊടുക്കാമെന്നും ശ്രീ വെങ്കടപ്പയ്യ ശ്രേഷ്ഠി പറഞ്ഞു. രാജശർമ്മ ഒരു ദാനവും സ്വീകരിക്കുകയില്ല. ശ്രീ ശ്രേഷ്ഠി രാജശർമ്മയുടെ ബന്ധുക്കളുമായി സംസാരിച്ചു. രാജശർമ്മയ്ക്ക് അനന്തരാവകാശമായി കിട്ടാനുള്ള ഒരു വീടിൻ്റെ മൂല്യനിർണ്ണയം ചെയ്യാൻ ഏർപ്പാട് ചെയ്തു. വീടിന് ഒരു വരാഹൻ വിലയിട്ടു. ശ്രീ ശ്രേഷ്ഠി കൊടുക്കാമെന്ന് വെച്ച വീടിന് കുറഞ്ഞത് 12 വരാഹൻ വില വരും.
വ്യത്യാസമുള്ള 11 വരാഹൻ തരുവാൻ തനിക്ക് കഴിവില്ലെന്ന് രാജശർമ്മ പറഞ്ഞു. അപ്പോൾ തൻ്റെ വീട് ഒരു വരാഹൻ വിലയ്ക്ക് മാത്രമേ വിൽക്കുകയുള്ളൂ എന്ന് ശ്രേഷ്ഠി അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു ദാനമായി സ്വീകരിക്കുന്നതിൽ എതിർപ്പുണ്ടെങ്കിൽ ഒരു വരാഹൻ വില തന്ന് വീട് സ്വീകരിക്കുക. ശ്രേഷ്ഠി പറഞ്ഞത് ധർമ്മസിദ്ധാന്തത്തിന് ചേരുന്നതാണെന്ന് എല്ലാവരും അംഗീകരിച്ചു. മഹാന്മാരായ വേദപണ്ഡിതന്മാരുടെ വേദഘോഷത്തോടും സംഗീത ഉപകരണങ്ങളിൽ നിന്നുള്ള മധുര സംഗീതത്തിൻ്റെ അകമ്പടിയോടും കൂടി സുമതി മഹാറാണിയുടെയും അപ്പലരാജശർമ്മയുടെയും വിവാഹം മോടിയായി ആഘോഷിക്കപ്പെട്ടു. അജ്ഞതയുടെ അന്ധകാരത്തെ ഇല്ലാതാക്കുവാനായി ശ്രീപാദ ശ്രീവല്ലഭൻ അവതരിച്ചു. ജനങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ പുരോഗതിയിലെ മാന്യത്തെ മാറ്റുവാനായി അവതാരം വന്നു. അതിനായി ദത്താത്രേയ ഭഗവാൻ കാലദേവതയോടും കർമ്മദേവതയോടും ആജ്ഞാപിച്ചു. അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ അനുസരിച്ച് രാജശർമ്മയ്ക്ക് മ്ലാനമായ അജ്ഞതയെ പ്രതിനിധാനം ചെയ്ത് അന്ധനായ ഒരു മകനും ലൗകികവും ലൗകികാതീതവുമായ മണ്ഡലങ്ങളിലെ മന്ദമായ പുരോഗതിയെ പ്രതിനിധാനം ചെയ്ത് മുടന്തനായ ഒരു മകനും ജനിച്ചു. 2 മക്കളും വികലരായതിൽ സുമതിയും രാജശർമ്മയും വളരെ നിരാശരായിരുന്നു. ഐനവില്ലയിൽ പ്രസിദ്ധമായ ഒരു വിഘ്നേശ്വര ക്ഷേത്രമുണ്ട്. ഒരിക്കൽ അവരുടെ ബന്ധുക്കൾ ആ വിഘ്നേശ്വര ഭഗവാന്റെ പ്രസാദം പീഠികാപുരത്തേക്ക് കൊണ്ടുവന്നു. സുമതിയും രാജശർമ്മയും ആ മഹാപ്രസാദം സ്വീകരിച്ചു. അന്ന് രാത്രി സുമതി മഹാറാണി സ്വപ്നത്തിൽ ഐരാവതത്തെ കണ്ടു. പിന്നീട് കുറച്ചു ദിവസങ്ങളിൽ ശംഖ്, ചക്രം, ഗദ, താമര, ത്രിശൂലം എന്നിവയും പല ദേവതകളും മുനിമാരും സിദ്ധന്മാരും യോഗികളും മറ്റു വിശുദ്ധരായവരും സുമതിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉണർന്നിരിക്കുമ്പോൾ പോലും അവർക്ക് ദിവ്യമായ വെളിപാടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. കണ്ണടച്ചാൽ തപസ് ചെയ്യുന്ന മുനിമാരെയും ദൈവീക പ്രകാശത്തോടു കൂടിയ ഋഷിമാരെയും നാനാവർണ്ണങ്ങളെയും ഒരു തിരശീലയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളെപ്പോലെ കണ്ടിരുന്നു. സുമതി മഹാറാണി ഇതിനെപ്പറ്റി തൻ്റെ അച്ഛൻ ബാപ്പന്നാരിയോട് ചോദിച്ചപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പൂർണ്ണ ശുഭകരമായ ലക്ഷണങ്ങളോടുകൂടിയ ഒരു മഹാപുരുഷൻ്റെ ജനനത്തെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സുമതി മഹാറാണിയുടെ അമ്മാവൻ ശ്രീധര പണ്ഡിതൻ പറഞ്ഞു, അമ്മാ സുമതി, രവി എന്ന ഗ്രഹത്തിൻ്റെ ജന്മനക്ഷത്രമായ വിശാഖവും ശ്രീരാമൻ്റെ അവതാരവുമായി ബന്ധമുണ്ട്. അതുപോലെ ചന്ദ്രൻ്റെ ജന്മനക്ഷത്രമായ കൃതികയും കാർത്തികയും ശ്രീകൃഷ്ണൻ്റെ അവതാരവുമായി ബന്ധമുണ്ട്. പൂർവാഷാഢ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ചൊവ്വഗ്രഹത്തിനും ശ്രീ ലക്ഷ്മി നരസിംഹൻ്റെ അവതാരത്തിനും തമ്മിൽ ബന്ധമുണ്ട്. ശ്രവണ അല്ലെങ്കിൽ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച ബുധനും ബുദ്ധൻ്റെ അവതാരത്തിനും തമ്മിൽ ബന്ധമുണ്ട്. പൂർവ ഫൽഗുനി ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യാഴഗ്രഹവും വിഷ്ണുവിൻ്റെ അവതാരവും തമ്മിൽ ബന്ധമുണ്ട്. പുഷ്യമി പൂയം നക്ഷത്രത്തിൽ ജനിച്ച ശുക്ര വെള്ളി ഗ്രഹവും ഭാർഗവരാമൻ്റെ അവതാരവും തമ്മിൽ ബന്ധമുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ച ശനിഗ്രഹവും കൂർമാവതാരവും തമ്മിൽ ബന്ധമുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച രാഹുഗ്രഹവും വരാഹ അവതാരവും തമ്മിൽ ബന്ധമുണ്ട്. ആശ്ലേഷ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച കേതുഗ്രഹവും മത്സ്യാവതാരവും തമ്മിൽ ബന്ധമുണ്ട്. നിന്റെ ചോദ്യത്തിൻ്റെ സമയം ഒരു ദൈവരഹസ്യത്തെ സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് കോടിക്കണക്കിന് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ബ്രഹ്മാണ്ടങ്ങളുടെയും സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്ന ദത്തപ്രഭു തന്നെ ജനിക്കുമോ എന്ന ഒരു സംശയം എൻ്റെ മനസ്സിൽ പതിയിരിക്കുന്നു. ദത്തഭഗവാന്റെ ശാശ്വത വൈശിഷ്ട്യവും മഹത്വവും. സുമതി മഹാറാണി ആ വിവരം രാജശർമ്മയോട് പറഞ്ഞു. പൂജ സമയത്ത് താൻ കാലാഗ്നിശമനദത്തനോട് ഇതിനെപ്പറ്റി ചോദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പൂജാസമയത്ത് കാലാഗ്നിശമനദത്തനെ ആരും കാണരുത്. പൂജയ്ക്ക് ശേഷം സ്വാമി മനുഷ്യരൂപത്തിൽ ഇരുന്ന് നേരിട്ട് സംസാരിക്കും, പിന്നെ വിഗ്രഹത്തിലേക്ക് ലയിക്കും. ഇത് എന്നും പതിവുള്ളതാണ്. രാജശർമ്മ നിസാര കാര്യങ്ങളോ സ്വാർത്ഥ പ്രശ്നങ്ങളോ ബോധിപ്പിക്കാറില്ല. അന്ന് പൂജാസമയത്ത് ദത്തൻ പ്രസന്നഭാവത്തിലായിരുന്നു. പൂജയ്ക്ക് ശേഷം ദത്തൻ രാജശർമ്മയുടെ മുമ്പിൽ ഇരുന്നു. അദ്ദേഹം വിളിച്ചു, വരൂ ശ്രീധര. ഒരു രൂപം ദത്തനിൽ നിന്ന് പുറത്തു വന്ന് ദത്തൻ്റെ മുമ്പിൽ ഇരുന്ന് ധ്യാനത്തിൽ മുഴുകി. ദത്തൻ വീണ്ടും വിരൽ കൊണ്ട് ആംഗ്യത്തോടെ വിളിച്ചു, വരൂ ശ്രീധര. ഉടനെ ആ രൂപം ദത്തനിൽ ലയിച്ചു. രാജശർമ്മ അത്ഭുതപ്പെട്ടു. ദത്തഭഗവാൻ രാജശർമ്മയോട് പറഞ്ഞു, നീ ഇപ്പോൾ കണ്ട രൂപം അടുത്ത വർഷങ്ങളിൽ വരുന്ന ഉപ അവതാരങ്ങളിൽ ഒന്നാണ്. എന്നിൽ ലയിക്കുന്ന മുക്തി നേടിയ ആത്മാക്കൾ പോലും ഞാൻ വിളിക്കുമ്പോൾ പുറത്തു വരേണ്ടതുണ്ട്. ഞാൻ പോകാൻ പറയുമ്പോൾ അവർ ഉടൻ പോവുകയും വേണം.
എൻ്റെ ലീലകളുടെ വ്യാപ്തി ഭൂമിയിൽ ഒതുങ്ങുന്നതല്ല. പ്രപഞ്ചത്തിലെ ഗോളങ്ങളെല്ലാം എൻ്റെ കൈകളിൽ കളിപ്പന്തുകളാണ്. ഞാൻ കാലുകൊണ്ട് ഒന്നടിച്ചാൽ അത് 1,00,000 കോടി നാഴിക ദൂരത്തേക്ക് ചെല്ലും. ഞാൻ ജനന മരണങ്ങൾക്ക് അതീതനാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം രാജശർമ്മയുടെ ഭ്രൂമധ്യത്തിൽ പുരികങ്ങൾക്ക് ഇടയിൽ നെറ്റിയിൽ വിരൽ കൊണ്ട് തൊട്ടു. ഉടനെ താൻ യുഗങ്ങൾ ഒന്നിൽ വിഷ്ണുദത്തനായി ജനിച്ചതും ആ സമയത്ത് തൻ്റെ ഭാര്യ സുശീല എന്നു പേരോടു കൂടി സോമദേവമ്മയായി ജനിച്ചതും രാജശർമ്മയുടെ ബോധത്തിൽ തെളിഞ്ഞു. കഴിഞ്ഞ കാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വന്നു. ശ്രീദത്തൻ ഇങ്ങനെ പറഞ്ഞു: ആ യുഗത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ചോദിച്ചു കൊള്ളുവാൻ ഞാൻ പറഞ്ഞു. നിങ്ങൾ കൃത്യമായി ഒരാഗ്രഹം പറഞ്ഞില്ല. നിങ്ങളുടെ പിതൃക്കളുടെ ശ്രാദ്ധത്തിന് ഭക്ഷണം കഴിക്കാൻ എന്നെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. സൂര്യൻ്റെയും അഗ്നിയുടെയും കൂടെ ഞാൻ ആഹാരം കഴിച്ചു. നിങ്ങളുടെ പൂർവികർക്ക് ഞാൻ ശാശ്വത ബ്രഹ്മലോകപ്രാപ്തി നൽകി. പിന്നെ ഞാൻ ശ്രീപാദ ശ്രീവല്ലഭനായി അവതാരമെടുക്കാനായി പോയി. കഴിഞ്ഞ 100 വർഷങ്ങളായി ഞാൻ യോഗികൾക്കും മഹാപുരുഷന്മാർക്കും ശ്രീപാദ ശ്രീവല്ലഭനായി ദർശനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ത്രേതായുഗത്തിൽ ഭരദ്വാജ മഹർഷി പീഠികാപുരത്ത് സവിതൃകാടക ചയന യജ്ഞം നടത്തി. ആ ഹോമഭസ്മം പർവ്വതങ്ങളായി കുന്നുകൂടി. ഹനുമാൻ ആ ഭസ്മത്തെ സ്വർഗ ഭൂമി പാതാള ലോകങ്ങളിലേക്ക് കൊണ്ടുപോയി. മർത്യലോകത്ത് ആ ഭസ്മം ഹിമാലയത്തിലെ ദ്രോണഗിരിയിലും മറ്റു ചില പ്രദേശങ്ങളിലും തൂകി. ഹനുമാൻ അത് കൊണ്ടുപോകുമ്പോൾ ഒരു ചെറിയ ഭാഗം ഗന്ധർവ നഗരത്തിൽ വീണു. ഗന്ധർവ നഗരം ഭീമാനദിയുടെയും അമരജാ നദിയുടെയും പുണ്യസംഗമ സ്ഥലമാണ്. ശ്രീപാദ ശ്രീവല്ലഭ അവതാരത്തിനു ശേഷം ഞാൻ മീനലഗ്നത്തിൽ നൃസിംഹ സരസ്വതിയായി ജനിക്കും. ഗന്ധർവ നഗരത്തിൽ ഞാൻ പല അത്ഭുതങ്ങളും കാണിക്കും. അതിനുശേഷം 300 കൊല്ലം ശ്രീശൈലത്തിലെ കദളീവനത്തിൽ തപോസമാധിയിൽ കഴിയും. അതിൽ പിന്നീട് സ്വാമി സമർത്ഥൻ എന്ന പേരിൽ പ്രജ്ഞാപുരത്ത് ജീവിക്കും. ശനി മീനരാശിയിൽ പ്രവേശിക്കുമ്പോൾ നശ്വര ശരീര ജീവിതം വെടിയും. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.